ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഞാൻ യൂഷ്വലി ഡ്രോയിങ് റിലേറ്റഡും ഗ്രാഫിക്സ് റിലേറ്റഡ് വീഡിയോസാണ് കൂടുതൽ ചെയ്യാറ്. ബട്ട് ഇന്ന് ഞാനൊരു ഡിഫറെൻറ്റ് മൂഡിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന മെത്തേഡ് കാണിച്ചു തരാം എന്ന് കരുതി. ഓക്കെ, അപ്പോൾ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുമ്പം ഒരു 6-7 സ്റ്റേജസ് ഇൻവോൾവ് ആണ്. അപ്പം ഞാനൊരു സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് എപ്പിസോഡ്സ് ആയിട്ടായിരിക്കും ചെയ്യാം. അപ്പോൾ ഇന്ന് ആദ്യത്തെ എപ്പിസോഡിൽ നമുക്ക് റൂബിക്സ് ക്യൂബിനെ മനസ്സിലാക്കാം. ഓക്കെ, റൂബിക്സ് ക്യൂബിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ പീസാണ്. ഓക്കെ, അപ്പോൾ എത്ര സെൻറ്റർ പീസ് ഉണ്ട് റൂബിക്സ് ക്യൂബിന്? 6 സെൻറ്റർ പീസ് ഉണ്ട്. അപ്പർ സെൻറ്റർ പീസ്, ഡൗൺ സൈഡ് സെൻറ്റർ പീസ്, റൈറ്റ് സൈഡ് സെൻറ്റർ പീസ്, ലെഫ്റ്റ് സൈഡ് സെൻറ്റർ പീസ്, ഫ്രണ്ട് സെൻറ്റർ പീസ് ആൻഡ് ബാക്ക് സെൻറ്റർ പീസ്. അങ്ങനെ 6 സെൻറ്റർ പീസസ് ഉണ്ട്. ഈ സെൻറ്റർ പീസസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സെൻറ്റർ പീസസ് മാത്രമേ ഉള്ളൂ ഇതിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഇൻറ്റേർണൽ കോറിനോട് കണക്റ്റഡ് ആണ്. അപ്പോൾ അത് മൂവ് ആവില്ല. ബാക്കിയെല്ലാം മൂവ് ആവും, ബട്ട് സെൻറ്റർ പീസസ് മൂവ് ആവുന്നില്ല. അതവിടെ ആ സെൻറ്റർ കോറിനോട് ഫിക്സ്ഡ് ആണ്. അപ്പം അതേപോലെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എപ്പോഴും യെല്ലോ ആയിരിക്കും. വൈറ്റിൻ്റെ ഓപ്പോസിറ്റിൽ യെല്ലോ ടൈലായിരിക്കും. ഗ്രീനിൻ്റെ ഓപ്പോസിറ്റിൽ ബ്ലൂ ആയിരിക്കും. ഗ്രീനിൻ്റെ ഓപ്പോസിറ്റിൽ ബ്ലൂ ആയിരിക്കും. ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റിൽ എപ്പോഴും റെഡ് ആയിരിക്കും. അപ്പോൾ വൈറ്റ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഓറഞ്ച്, റെഡ്. അപ്പോൾ അങ്ങനെ ഒരു 6 സ്റ്റാറ്റിക് ആയിട്ടുള്ള സെൻറ്റർ പീസസ് ആണ് ഒരു റൂബിക്സ് ക്യൂബിനുള്ളത്. ഇനി അടുത്തത് ഇതിൻ്റെ ഫേസസ് ആണ്. അപ്പോൾ ഇതിന് 6 സെൻറ്റർ പീസ് ഉള്ള പോലെ തന്നെ ഇതിന് 6 ഫേസ് ഉണ്ട്. അപ്പോൾ ഇത് അപ്പർ ഫേസ്, ഡൗൺ ഫേസ്, റൈറ്റ് ഫേസ്, ലെഫ്റ്റ് ഫേസ്, ഫ്രണ്ട് ഫേസ് ആൻഡ് ബാക്ക് ഫേസ്. ഓക്കെ, അപ്പം അങ്ങനെ ഇതിന് 6 ഫേസസ് ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഇതിന് 3 ലെയേഴ്സ് ഉണ്ട്. ഇത് ടോപ്പ് ലെയർ, ഓക്കെ, ഇത് മിഡിൽ ലെയർ ആൻഡ് ഇതിൻ്റെ ബോട്ടം ലെയർ. അങ്ങനെ 3 ലെയേഴ്സ് ഉണ്ട് ഒരു റൂബിക്സ് ക്യൂബിന്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എഡ്ജ് പീസാണ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് എഡ്ജ് പീസ് എന്ന് വിളിക്കുക. നമ്മൾ സെൻറ്റർ പീസിന് ഒരൊറ്റ കളർ ടൈലേ ഉള്ളൂ. ഓക്കെ, ബട്ട് ഈ എഡ്ജ് പീസിന് 2 കളർ ടൈൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ വൈറ്റ്, ഇത് റെഡ്. അങ്ങനെ ഒരു എഡ്ജ് പീസിന് 2 കളർ ടൈൽ ഉണ്ടാവും. അതേപോലെ ഇങ്ങനത്തെ 12 എഡ്ജ് പീസ് ഉണ്ട്. 1, 2, 3, 4. പിന്നെ നമ്മൾ മിഡിൽ ലെയർ എടുത്തു കഴിഞ്ഞാൽ 1, 2, 3, 4. ബോട്ടം ലെയറിലും 1, 2, 3 ആൻഡ് 4. അങ്ങനെ ടോപ്പ് ലെയറിൽ 4 എണ്ണം, മിഡിൽ ലെയറിൽ 4 എണ്ണം, ബോട്ടം ലെയറിൽ 4 എണ്ണം. അങ്ങനെ 12 എഡ്ജ് പീസ് ഉണ്ട്. ഇനി അടുത്തത് കോർണർ പീസാണ്. അപ്പോൾ ഇതാണ് ഒരു കോർണർ പീസ്. കോർണർ പീസിൽ 3 കളർ ടൈൽ ഉണ്ടാവും. അപ്പോൾ ഇതിനൊരു സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൽ വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. വൈറ്റ്, ബ്ലൂ, റെഡ്. ഇതുപോലത്തെ നമ്മളെടുത്ത് 8 കോർണർ ടൈൽ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7 and 8. ടോട്ടൽ 8 കോർണർ പീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ക്യൂബിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഒരു അൽഗോറിതം ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ ക്യൂബ് സോൾവ് ചെയ്യുക. അപ്പോൾ ആ അൽഗോറിതം മനസ്സിലാക്കാനും വേണ്ടി അതിൻ്റെ ഫോർമുല ഓർത്ത് വെക്കാൻ വേണ്ടിയും നമ്മൾ ഇതിന് ഓരോ ഷോർട്ട് കീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്കിതിൻ്റെ ഷോർട്ട് കീസ് നോക്കാം. അപ്പർ ഫേസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഷോർട്ട് കീ യു ആണ്. ഓക്കെ, അപ്പോൾ അപ്പർ ഫേസ് നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പം അതിനെ നമ്മൾ യു എന്നും ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പം യു ബാക്ക് എന്നും പറയുന്നു. അപ്പോൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പം യു എന്നും ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പം യു ബാക്ക് എന്നും പറയുന്നു. ഇത് അതിൻ്റെ ഡൗൺ ഫേസ്. ഡൗൺ ഫേസിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുമ്പം അതിനെ നമ്മൾ ഡി എന്നും തിരിച്ച് ലെഫ്റ്റിലോട്ടേക്ക് തിരിക്കുമ്പം അതിനെ ഡി ബാക്ക് എന്നും വിളിക്കുന്നു. റൈറ്റിലേക്ക് തിരിക്കുമ്പം അതിനെ ഡി എന്നും തിരിച്ച് ലെഫ്റ്റിലോട്ടേക്ക് തിരിക്കുമ്പം ഡി ബാക്ക് എന്നും പറയുന്നു. ഇനി നമ്മൾ ലെഫ്റ്റ് ഫേസ് നോക്കാം. ലെഫ്റ്റ് ഫേസിനെ ഫ്രണ്ടിലേക്ക് തിരിക്കുമ്പം എൽ എന്നും
തിരിച്ച് ബാക്കോട്ടേക്ക് ഇടുമ്പം അതിന് എൽ ബാക്ക് എന്നും പറയുന്നു. സോ എൽ ബാക്ക്. റൈറ്റ് സൈഡിനെ നമ്മൾ ബാക്കോട്ടേക്ക് തിരിക്കുമ്പം ആർ എന്നും തിരിച്ച് ഫ്രണ്ടിലോട്ടേക്ക് തിരിക്കുമ്പം ആർ ബാക്ക് എന്നും പറയുന്നു. ഓക്കെ, ഇനി അടുത്തത് ഫ്രണ്ട് ഫേസ്. ഫ്രണ്ട് ഫേസിനെ റൈറ്റിലോട്ടേക്ക് തിരിക്കുമ്പം എഫ് എന്നും തിരിച്ച് ലെഫ്റ്റിലോട്ടേക്ക് തിരിക്കുമ്പം അതിന് എഫ് ബാക്ക് എന്നും പറയുന്നു. ഓക്കെ, ഇനി ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിനെ നമ്മൾ ലെഫ്റ്റിലോട്ടേക്ക് തിരിക്കുമ്പം ബി എന്നും തിരിച്ച് റൈറ്റിലോട്ടേക്ക് ആക്കുമ്പം അതിനെ ബി ബാക്ക് എന്നും പറയുന്നു. നമ്മൾ ഒന്നുകൂടെ എല്ലാ മൂമെൻറ്റും നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് യു ബാക്ക്, യു ബാക്ക്, D back, L back, R back, F back, B back. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ എളുപ്പത്തിന് വൈറ്റ് ആണ് ടോപ്പ് ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യാറ്. അപ്പം ഞാൻ എപ്പോഴും ക്യൂബ് പിടിക്കുമ്പം സോൾവ് ചെയ്യാൻ എടുക്കുമ്പം ഈ വൈറ്റ് സെൻറ്റർ പീസ് ടോപ്പിൽ വരുന്ന രീതിയിൽ പിടിച്ചിട്ടാണ് സോൾവ് ചെയ്യുക. അപ്പോൾ അത് എനിക്ക് ബാക്കി പീസസിൻ്റെ പൊസിഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈ ക്യൂബ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്യേണ്ടത് ഒരു ലെയർ സോൾവ് ചെയ്യാൻ പഠിക്കുകയാണ് വേണ്ടത്. അത് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.